പവനറച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിലരുണോദയം. ഇതാണ് പാട്ട്. ഈ പാട്ടിൻ്റെ ഈ ഹമ്മിങ് കേട്ടാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മായാവളവുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാവില്ല. പിന്നീട് കുയിലെ പിടിച്ച് കൂട്ടിലടച്ച് കൂവച്ചൊല്ല് കിറവുലകം, മായാമളവുകോളം. അപ്പം ഇങ്ങനെ ഒരു ചിരി കണ്ടാൽ ഒളി കണ്ടാൽ അത് മതി, മായാമളവുകോളം. ഇങ്ങനെ 4 പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ മായാമളവുകോളത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ ആ രാഗം ഹൃദയസ്ഥായി. പിന്നെ ശാലിനി പോയിട്ട് എവിടെയെങ്കിലും മായാമളവുകോളം കേൾക്കുമ്പോൾ അപ്പം എനിക്ക് വാട്സാപ്പ് അയച്ചു തരും, എൻ്റെ അത് ഓർത്ത് ചെയ്ത പോലെ. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് രാഗങ്ങളെക്കുറിച്ചുള്ള ധാരണ, കർണാടക സംഗീതത്തിനെ കുറിച്ചുള്ള ആസ്വാദനക്ഷമതയൊക്കെ വർദ്ധിക്കും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാനമേളയൊക്കെ ഇഷ്ടമാതിരി ആളെ കിട്ടും. കച്ചേരി കേൾക്കണമെങ്കിൽ ആസ്വാദകരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം അത് വർദ്ധിപ്പിക്കുക. ഈ ശ്രമത്തോടു കൂടി, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ശ്രമം നടക്കുന്നത്. നമുക്കറിയാവുന്ന ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് നല്ല സുഖം തോന്നുന്നതിൻ്റെ കാരണം ഇത് രാഗനിബദ്ധമായതുകൊണ്ടാണ്. ഈ വളരെ വളരെ രസകരമായ എന്താ പറയുക സന്ദേശങ്ങൾ തരുന്ന പാട്ടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൗരി മനോഹരി എന്ന് പറഞ്ഞൊരു ഒരു മേളകർത്താരാഗമുണ്ട്, 23ാമത്തെ മേളകർത്താരാഗം. അപ്പം ഈ ഗൗരി മനോഹരിയുടെ ഐതിഹ്യം അതേമാതിരിയാണ്. ശിവനെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർവതി തപസ്യാണ്. കാമാരിയായ ശിവൻ കാമനെ ചുട്ടുകൊന്നതിന് ശേഷം പിണങ്ങിപ്പോവാണല്ലോ. പിണങ്ങിപ്പോയി തപസ്സനുഷ്ഠിക്കുന്നിടത്ത് ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ ഗൗരി മനോഹരി രാഗത്തിൽ വെച്ച് ഒരുപാട് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ അവസാനം ശിവൻ ഗൗരി മനോഹരി എന്ന് പറഞ്ഞെന്നാണോ ഗൗരി മനോഹരി എന്നുള്ള രാഗം മനോഹരമാണെന്ന് പറഞ്ഞതാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അതോടുകൂടിയാണ് പാർവതി പരിണയം നടക്കുന്നതെന്നാണ് കഥ. ഈ ഗൗരി മനോഹരി 23ാമത്തെ മേളകർത്താരാഗമായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഗൗരി മനോഹരി രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? നമ്മുടെ ഒരുപാട് ഇസ്ലാമിക സങ്കല്പങ്ങളെ നമ്മുടെ പാട്ടുകളിലൂടെ കാവ്യവൽക്കരിച്ച് സംഗീതാവിഷ്കാരം കൊടുത്തിരിക്കുന്ന ഈ രാഗം ഉപയോഗിച്ചിട്ടാണ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, ഗൗരി മനോഹരിയാണ്. അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോൽ എങ്ങിരുന്നാലും അറിയണുണ്ടേ.